സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ ആയി. നോക്കൂ, നിന്റെ പാപത്തിനു വേണ്ടിയാണ്. ഇന്ന് നീ മാനസികമായിട്ട് ദുഃഖിക്കേണ്ടതായ കാര്യമില്ല. മാനസികമായി ഭാരപ്പെടുന്നത് ഇന്ന് ഡിപ്രഷൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? ഡിപ്രഷനിലേക്ക് പോകാനിടയായി. മനസ്സിൽ വലിയ നിരാശയുണ്ടാകുന്നു. ഒരു തരത്തിലുള്ള തളർച്ചയ്ക്ക് ഇടം കൊടുക്കുന്നു. ചില വർഷങ്ങൾക്ക് ശേഷം ഈ ലോകത്തിലുള്ള 90% ആളുകൾക്കും ഈ നിരാശയുണ്ടാകാനിടയാകും എന്ന ഗവേഷണം നടത്തി. ഇന്ന് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്താണെന്ന് വെച്ചാൽ, പണമുള്ളതുകൊണ്ട് ശാരീരികമായ രോഗങ്ങൾക്ക് ചികിത്സകളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. രക്തം മാറ്റുന്നു, കിഡ്നി മാറ്റിവെക്കുന്നു, ഹൃദയം മാറ്റിവെക്കുന്നു, അങ്ങനെയുള്ള ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ മാനസിക വ്യതയെന്ന് പറയുമ്പോൾ, മനസ്സിലുണ്ടായിരിക്കുന്ന ആകുലതയിൽ നിന്ന്, മാനസികമായുള്ള ദുഃഖത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ എത്രയോ ധനമുള്ളതായ അനേകം ആളുകൾ, പേരും പ്രശസ്തിയും ഉള്ളവർ, നല്ല സമ്പത്തുള്ളവർ, എല്ലാമുള്ളവർ, അവർ സ്വയം നശിച്ചു പോകുന്നുണ്ട്. ദൈവം നിന്റെ മാനസിക ഭാരത്തെ ചുമക്കും. അവൻ നിന്നെ എഴുന്നേൽപ്പിക്കുന്നവനാണ് നിന്റെ മാനസിക ദുഃഖത്തിൽ നിന്ന്. നോക്കുക, മനുഷ്യർ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മെ പരിഹസിക്കുന്ന സമയത്ത് പറയാൻ കഴിയാത്ത ദുഃഖം നമുക്കുണ്ടാകും. നമ്മൾ സ്നേഹിച്ചവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ഒരു മറന്നുപോകാൻ കഴിയാത്ത ദുഃഖമുണ്ടാകും. ചില സമയത്ത് നാം എടുത്തു ചാടി ചെയ്തതായിട്ടുള്ളതായ പാപങ്ങൾ, ദുഷ്ടപ്രവൃത്തികൾ, വ്യഭിചാരം നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റുപറയുവാൻ കഴിയാതെ, അത് ആരോടും പറയുവാൻ കഴിയാതെ നിരാശപ്പെടാറുണ്ട് നാം. അതാണ് പറയുന്നത്, നിന്റെ ഹൃദയത്തിലുള്ളതായ സകല പാപങ്ങളെയും അപ്പോൾ ഏറ്റുപറയുക. നിന്റെ പാപത്തിനുള്ളതായ ശിക്ഷ കർത്താവ് എന്നേ കാൽവരി ക്രൂശിൽ വഹിച്ചതാണ്. അതുകൊണ്ട് നീ പാപത്തെ ഏറ്റുപറയുമ്പോൾ അതിന് ശിക്ഷ വരികയില്ല, മറിച്ച് ക്ഷമയാണ് കിട്ടുന്നത്. ആരോടും പറയാൻ കഴിയാത്ത ഭാരമുണ്ടോ നിന്റെ മനസ്സിൽ? ആരോടും പങ്കുവയ്ക്കുവാൻ കഴിയാത്ത വേദനയുണ്ടോ നിന്റെ ഹൃദയത്തിൽ? നീ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട്, എന്തു ചെയ്യണമെന്നറിയാതെ അതിൻ്റെ കാര്യം ഓർത്തുകൊണ്ട് അവസാനം ജീവിതത്തെ തന്നെ നശിപ്പിക്കണമെന്ന തോന്നലിൽ ആയിരിക്കുന്നു. യേശുവിന് നിന്നെ മനസ്സിലാക്കുവാൻ കഴിയും. നിന്റെ ഭാരത്തെ, നിന്റെ വേദനയെ, നിന്റെ മാനസികമായിട്ടുള്ള അനേക വിചാരങ്ങളെ, നിന്റെ സകല ദുഃഖങ്ങളും അന്ന് തന്നെ അവൻ വഹിക്കാനിടയായി. അതുകൊണ്ട് ഈ ദിവസം അവന്റെ നാമത്തിൽ നിനക്ക് സൗഖ്യമുണ്ട്. അവനെ നീ വിശ്വസിച്ചാൽ നിനക്ക് സമാധാനമുണ്ട്. നിന്റെ ഭാരം ഞാൻ വഹിക്കുന്നു, എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു. എൻ്റെ സമാധാനം നിനക്ക് നൽകാമെന്ന് പറയുന്നു. നിന്റെ പാപപരിഹാരത്തിനു വേണ്ടി യേശു കാൽവരി ക്രൂശിൽ ചെയ്തതായ ഈ യാഗത്തെ നീ നോക്കുക. അനേകം ആളുകൾ ഗെത്സമന തോട്ടത്തിൽ നടന്നതായ സംഭവത്തെ അത്രത്തോളം മനസ്സിലാക്കുകയില്ല. കാൽവരി ക്രൂശിൽ ചെയ്തതായ യാഗമാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ ആണ് അവൻ്റെ കഷ്ടത ആരംഭിച്ചത്. അവൻ വേദനയോടെ പ്രാർത്ഥിച്ചതിന് ശേഷം അവൻ്റെ മനസ്സ് ഒരുക്കിയെടുത്തു. യേസ്, ഞാൻ ഈ മനുഷ്യജാതിക്ക് വേണ്ടി എൻ്റെ ജീവൻ യാഗമായി കൊടുക്കുകയാണ് എന്ന തീരുമാനമെടുത്തു. ഇനിയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും ആവശ്യമില്ല. ഇനിയും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതായ കാര്യമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചില്ല. ഇനിയും ആവശ്യമില്ല. എൻ്റെ നാഴിക വന്നിരിക്കുന്നു. അത് പറഞ്ഞപ്പോഴേക്കും ആ മഹാൻ വന്നു. ആരാണ്? നിങ്ങളുടെ ഫ്രണ്ടാണോ? നമ്മുടെ ഫ്രണ്ടാണോ? യൂദാ ഇസ്കരിയോത്ത് നിങ്ങളുടെ ഫ്രണ്ടാണോ? യേശു കർത്താവിൻ്റെ കൂടെ നിന്ന് അനാവശ്യമായ കാര്യം ചെയ്ത വ്യക്തി നിങ്ങളുടെ സ്നേഹിതനാണോ? കർത്താവിൽ വിശ്വസിച്ചിട്ട് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്കും യൂദാ ഇസ്കരിയോത്തിനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും യൂദാ ഇസ്കരിയോത്തിനും തമ്മിൽ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടോ? അവസാനം അവനെ ഒറ്റിക്കൊടുക്കുവാൻ വേണ്ടി അവൻ പണം വാങ്ങി. 30 വെള്ളി നാണയമെന്ന് പറഞ്ഞാൽ ആ കാലത്തൊരു അടിമയ്ക്ക് കൊടുക്കുന്ന വിലയാണ്. യേശുവിനെ, ആ സർവശക്തനായ ദൈവത്തെ, ഒരു അടിമയെ വിൽക്കുന്നത് പോലെ, ഒരു കുതിരയെയോ ഒരു കഴുതയെയോ വിൽക്കുന്നത് പോലെ വിലപേശുവാനിടയായി. ചുംബിച്ചൊറ്റിക്കൊടുത്തു. യേശുവിനറിയില്ലായിരുന്നോ ഇവനെന്തിനാണ് ചുംബിക്കുന്നതെന്ന്? നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ അടുക്കൽ വന്ന് അങ്ങനെ ചുംബിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? ചെവിക്കല്ലിനിട്ട് ഞടിക്കാനിടയാകും. ഒന്നിനും കൊള്ളാത്തവനെ, എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് ചുംബനം തരുന്നോ? ദുഷ്ടനായവനെ, മേലിൽ എൻ്റെ അടുക്കൽ നിന്നെ കണ്ടുപോകരുത്.
പോകൂ എന്ന് പറയും. എന്നാൽ യേശു ഒന്നും പറയാൻ ഇടയായില്ല. അവനവരെ ശപിച്ചില്ല, മറുത്ത് ഒന്നും പറഞ്ഞില്ല. ആ രാത്രി അവനെ അവർ ബന്ധിച്ചു. അവനെ അറസ്റ്റ് ചെയ്യുവാനിടയായി. രാത്രിയിൽ അറസ്റ്റ് ചെയ്യുവാൻ പാടില്ല, എന്നാൽ അവനെ അറസ്റ്റ് ചെയ്ത് യഹൂദന്മാരുടെ വിസ്താരങ്ങൾ നടക്കുന്നതായ സ്ഥലത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പോയി. യഹൂദന്മാരും ന്യായശാസ്ത്രിമാരുമെല്ലാം അവനെ കുറ്റം വിധിക്കാനിടയായി. അവനെ അവർ ഏൽപ്പിച്ചു കൊടുത്തു. ആ കാലത്ത് യഹൂദന്മാർ ആണെങ്കിൽ അവർ റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലാണ് ആയിരിക്കുന്നത്. അതുകൊണ്ട് യഹൂദന്മാർക്ക് അവർ തന്നെ ശിക്ഷ വിധിക്കുവാനുള്ളതായ അധികാരം ഇല്ല, പ്രത്യേകിച്ച് മരണശിക്ഷ വിധിക്കാനുള്ള അധികാരം ഇല്ല. അതുകൊണ്ട് ഓരോരോ കുറ്റങ്ങൾ ആരോപിച്ചിട്ട് അവനെ പിലാത്തോസിന്റെ അരികിൽ കൊണ്ടുപോയി, ഹെരോദാവിന്റെ അരികിൽ കൊണ്ടുപോയി, വീണ്ടും പിലാത്തോസിന്റെ അരികിൽ കൊണ്ടുപോയി. ആ രാത്രിക്ക് രാത്രി തന്നെ അവർ അവനെ ആ വ്യാഴാഴ്ച രാത്രിയിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് വിചാരണ നടത്തി ഒരുപാട് കുറ്റങ്ങൾ അവന്റെ മേൽ ആരോപിച്ചിട്ട് പല സ്ഥലങ്ങളിൽ അവനെ കൊണ്ടുപോയി കള്ളസാക്ഷികളെ നിർത്തിയിട്ട് അനാവശ്യമായ കുറ്റങ്ങൾ ആരോപിച്ച് പിലാത്തോസിന്റെ അരികിൽ കൊണ്ടുവന്നു. ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്ന് പറയുന്നു എന്ന് അവനോട് പരാതി പറഞ്ഞു. നീ യഹൂദന്മാരുടെ രാജാവാണോ? അതേ എന്ന് യേശു പറഞ്ഞു. എൻ്റെ രാജ്യം ഈ ലോകത്തിനുള്ളത് അല്ല, എൻ്റെ രാജ്യം സ്വർഗരാജ്യമാണ്. അവൻ്റെ വാക്കുകൾ മനസ്സിലാക്കുവാൻ കഴിയാതെ പിലാത്തോസ് അവനിൽ ഒരു കുറ്റവും ഒരു തെറ്റും കണ്ടെത്തുവാനും കഴിഞ്ഞില്ല. എങ്ങനെയെങ്കിലും അവനെ വിടുവിക്കണമെന്ന് പിലാത്തോസിന്റെ ഭാര്യ, അവൾ യേശുവിൻ്റെ വചനം കേട്ടതാണ്, അവളൊരു കത്ത് കൊടുത്തയച്ചു. പിലാത്തോസിനെ അറിയിച്ചു, ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടുവാൻ പാടില്ല, അത് കാരണം നിന്റെ ജോലിയല്ല നിന്റെ ജീവിതം തന്നെ നശിച്ചു പോകുവാനിടയാകുമെന്ന് പറഞ്ഞു. അവൻ്റെ ഭാര്യ ആ കത്തയച്ചു. ആ കത്ത് വായിച്ചിട്ട് പിലാത്തോസ് എങ്ങനെയെങ്കിലും കർത്താവിനെ വിടുവിക്കണം. അന്ന് യഹൂദന്മാരുടെ ഉത്സവ ദിവസമായതുകൊണ്ട് ഒരു തടവുകാരനെ വെറുതെ വിടുന്ന പതിവുണ്ട്. ബറബാസ് എന്ന പേരുള്ള ഒരു തടവുകാരനുണ്ടായിരുന്നു. അവൻ വലിയൊരു കുറ്റവാളിയാണ്, ഒരുപാട് ദുഷ്ട കാര്യങ്ങൾ ചെയ്തതായ വ്യക്തിയാണ്, ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതായ ഒരു കുറ്റവാളിയാണ് അവൻ. അവനെ കൊണ്ടുവന്നിട്ട് ഈ ബറബാസിനെ വേണമോ യേശുവിനെ നിങ്ങൾക്ക് വേണമോ നിങ്ങൾ തന്നെ പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബറബാസിനെ മതിയെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ആ കള്ളനെ കൊലപാതകനെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, ഇവനെ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവമാണെന്ന് കർത്താവാണെന്ന് പറഞ്ഞാൽ ഇവനെ എന്താണ് ചെയ്യേണ്ടത്? ക്രൂശീകരിക്കുക എന്നവർ പറഞ്ഞു. റോമൻ ക്യാപിറ്റൽ പണിഷ്മെന്റാണ് ക്രൂശിക്ക എന്നത്, മരണശിക്ഷ. യഹൂദന്മാരുടെ സമ്പ്രദായപ്രകാരം ചാട്ടവാറ് കൊണ്ടടിക്കുക. ചാട്ടവാറ് കൊണ്ടടിച്ചവനെ ക്രൂശിക്കാൻ പാടില്ല, ക്രൂശിക്കുന്നവനെ ചാട്ടവാറ് കൊണ്ടടിക്കാൻ പാടില്ല. ജീവപര്യന്തം തടവിന് വിധിച്ചവനെ തൂക്കിക്കൊല്ലുകയില്ല, തൂക്കിക്കൊല്ലുവാൻ വിധിച്ചവന് ജീവപര്യന്തം തടവ് ശിക്ഷയും ഇല്ല. അങ്ങനെയാണല്ലോ, രണ്ട് ശിക്ഷയും ഒരാൾക്ക് വരികയില്ലല്ലോ. എന്നാൽ യേശു ചാട്ടവാറിന്റെ അടിയുമേറ്റു, ക്രൂശിന്റെ ശിക്ഷയും വഹിച്ചു. പറയുകയാണെങ്കിൽ ഈ ലോകത്തിൽ എത്ര ശിക്ഷകളുണ്ട്, ആ ശിക്ഷയെല്ലാം അവൻ വഹിച്ചു. ലോകത്തിലെ സകല ജനത്തിനെയും പാപം വഹിച്ചു, സകല പാപത്തിനും വരുവാനുള്ളതായ സകല ശിക്ഷയും അവൻ വഹിച്ചു. ഒന്ന് കുറയാ 40 അടി എന്ന് പറയുമ്പോൾ 39 അടികൾ ആ ചാട്ടവാറുകൊണ്ട് അവനെ അടിച്ചപ്പോൾ ഇരുമ്പിന്റെ കൊളുത്തുകൾ പിടിപ്പിച്ച് മുള്ളുകൾ പിടിപ്പിച്ചതായ ആ ചാട്ടവാറുകൊണ്ട് അടിക്കുമ്പോൾ ശരീരത്തിന്റെ മാംസങ്ങൾ ഇളകിത്തെറിക്കുവാനിടയാകും. അത്ര വേദനാജനകമാണ്. അവന്റെ ചങ്കിൽ അവർ കുത്തിയിറക്കുവാനിടയായി കുന്തം കൊണ്ട്. അവന്റെ മാറു തുളച്ചു എന്നത് അക്ഷരാർത്ഥത്തിൽ നിറവേറി. നമ്മുടെ പാപത്തിന്റെ സകല ശിക്ഷയും അവന്റെ മേൽ വന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവന്റെ ശരീരത്തെ നുറുക്കുവാൻ ഇടയായി. അതെ, നീയായിരുന്നു നുറുക്കപ്പെടേണ്ടത്, നീയായിരുന്നു ശിക്ഷ അനുഭവിക്കേണ്ടത്. നിന്റെ സകല ശിക്ഷയും അവൻ വഹിച്ചു. ഈ അടി ജയ്പോളിന് വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ടാണ് ജയ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നരകത്തിൽ പോയനെ. ഈ അടി ജയ്പോളിന് വേണ്ടി ഉള്ളതായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു നിമിഷം യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം എടുക്കാം. 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എല്ലാവരും വായിക്കുവാൻ പോവുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാക്ഷാൽ ജയ്പോളിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് ഞാൻ വായിക്കും. നിങ്ങളുടെ പേര് നിങ്ങൾ ചേർത്തിട്ട് നിങ്ങൾ വായിക്കണം. മനസ്സിലായല്ലോ? അവരവരുടെ പേർ അവരവരിട്ടിട്ട് വായിക്കണം. ഓക്കെ, 1 2 3. സാക്ഷാൽ ജയ്പോളിന്റെ രോഗങ്ങളെ അവൻ വഹിച്ചു.
ജയ്പോളിൻ്റെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ ജയ്പോളിൻ്റെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും ജയ്പോളിൻ്റെ അകൃത്യം നിമിത്തം തകർന്നുമിരിക്കുന്നു. ജയ്പോളിൻ്റെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. വായിച്ചോ? അവരവരുടെ പേരിട്ടിട്ടാണോ നിങ്ങൾ വായിച്ചത്? കരമുയർത്തുക. നിങ്ങൾ മനസ്സോടുകൂടി വിശ്വാസത്തോടുകൂടി ഒരിക്കൽ കൂടി വായിക്കുക. എങ്ങനെയാണ് വായിക്കേണ്ടത്? അവിടെ നിങ്ങളുടെ പേരിട്ടിട്ട് വായിക്കുക. എന്താണ് വായിക്കുന്നത്? എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. എന്താണ്? നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് ദൈവദാസൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നുവെന്ന് നീ വിശ്വസിക്കുന്നു. എന്നാൽ അവൻ്റെ അടിപ്പിണരുകളാലാണ് നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നത്. അവൻ ചെയ്തതായ യാഗത്തിൽ കൂടിയാണ് നിനക്കിന്ന് പാപക്ഷമ ലഭിക്കുന്നത്. അവൻ നിന്റെ ദുഃഖങ്ങൾ വഹിച്ചതുകൊണ്ടാണ് ഇന്ന് നിനക്ക് ദുഃഖത്തിൽ നിന്ന് വിടുതലുള്ളത്. അതാണ് അവൻ ക്രൂശിൽ നേടിയെടുത്തത്. ആ ഗത്സമന തോട്ടത്തിൽ അവൻ വേദന അനുഭവിച്ചതിന് ശേഷം അവനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി പീലാത്തോസിന്റെ അരികിൽ കൊണ്ടുവന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്ത് കൽത്തളമെന്നും എബ്രായ ഭാഷയിൽ ഗബഥ എന്നും പേരുള്ള ഒരു സ്ഥലത്ത് ന്യായാസനത്തിൽ ഇരുന്നു. ഗബഥ എന്ന് പേരുള്ളത്. ഒന്നാമത്തേത് ഗെത്സമന, രണ്ടാമത്തേത് ഗബഥ. ഗബഥ അതായത് കൽത്തളമെന്നും വിളിക്കുന്നു. ഗെത്സമനയിൽ അവന് ഏകനായിട്ട് ഒറ്റയ്ക്കാണ് വേദന അനുഭവിച്ചത്. എന്നാൽ ആ ഗബഥയിൽ, ഗബഥ എന്താണത്? കല്ലുകൊണ്ട് വിരിച്ചതായ ഒരു സ്ഥലം, കൽത്തളം. യേശുവിനെ അപ്പോൾ മുൾക്കിരീടം ധരിപ്പിച്ചിരുന്നു. അവനെ ചാട്ടവാറ കൊണ്ട് അടിച്ചിരുന്നു. അവൻ്റെ മനോഹരമായിരുന്ന ആ അങ്കി എടുത്തിട്ട് അവനെ അർദ്ധനഗ്നനാക്കി മാറ്റാനിടയായി. അവൻ്റെ കയ്യിൽ ഒരു വടി കൊടുത്തു. എന്നിട്ട് 3 ഇഞ്ച് നീളമുള്ളതായ മുള്ളുകൊണ്ടുള്ളതായ ആ കിരീടം അവൻ്റെ തലയിലേക്ക് അടിച്ചിറക്കിയപ്പോൾ ആ രക്തം ചീറ്റി അതവൻ്റെ മുഖത്തൂടെ ഒഴുകുന്നു. രക്തം ഇറ്റിറ്റ് വീഴുകയാണ്. അവൻ്റെ ശോഭയുള്ള സൗന്ദര്യമുള്ളതായ മുഖത്തെ അവർ ആ മുഖത്തെ ആഞ്ഞിടിച്ചു. മുഖത്ത് അവർ തുപ്പി. മുഖം നീരിവെച്ചു. മുഖം വികൃതമായി വിരൂപമായി തീർന്നു. അവൻ്റെ ശരീരത്തിൽ കൂടിയെല്ലാം രക്തം ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. അവൻ്റെ മുൻപിൽ അവർ മുട്ടുകുത്തി യഹൂദന്മാരുടെ രാജാവ് ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു. അവനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുടെയും മുൻപിൽ നിർത്തിയിട്ട് അവനെ അപമാനിച്ചു. അവനെ പരസ്യ കോലമാക്കി. അവനെ നിന്ദിക്കുവാനിടയായി. ഗബഥ, ഗബഥ എന്ന സ്ഥലത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ, കള്ളന്മാരെ ആരെങ്കിലും പിടിക്കുകയാണെങ്കിൽ അവരെ പരസ്യമായിട്ട് കൊണ്ടു നിർത്തിയിട്ട് അവരെ ഉപദ്രവിക്കുകയും മുഖത്ത് ചെരുപ്പ് കൊണ്ട് അടിക്കുകയും ചെയ്യും. വളരെ വെറുപ്പോടുകൂടി അവനെ എല്ലാവരെയും കാണുകയും അവനെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് കാണാം. അവന് ശിക്ഷ സഹിക്കാൻ കഴിയാതെ തളരുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു തെറ്റും ചെയ്യാത്തതായ, ഒരു കുറ്റവും ചെയ്യാത്തതായ യേശുവിനെ എല്ലാവരുടെയും മുൻപിൽ കൊണ്ടുവന്ന് ഒരു കുറ്റവും ചെയ്യാത്തതായ യേശുവിനെ ഉപദ്രവിക്കുകയും മുൾക്കിരീടം ധരിപ്പിക്കുകയും ചാട്ടവാറ കൊണ്ട് അടിക്കുകയും അപമാനിക്കുകയും ചെയ്തപ്പോൾ അതെത്ര വേദനാജനകമാണ്, എത്ര ദുഃഖകരമാണ്. നമ്മെക്കുറിച്ച് നാം നോക്കുകയാണെങ്കിൽ, മറ്റുള്ളവർ എന്തെങ്കിലും നമ്മെ പറയുകയാണെങ്കിൽ നാം പറയും, അയ്യോ നമ്മുടെ മാനം പോയേ, നമ്മുടെ അഭിമാനം പോയേ എന്ന് നാം പറയും. എന്താണ്? എൻ്റെ മാനം പോയി, എനിക്ക് തലയുയർത്തി നടക്കാൻ കഴിയില്ല എന്ന് പറയും. എന്നാൽ ആ കർത്താവിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അവർ പരസ്യമായി അപമാനിക്കുമ്പോൾ ജനം പറയുന്നു, ഞങ്ങൾക്ക് ബറബാസിനെ മതി, യേശുവിനെ വേണ്ട, യേശുവിനെ ക്രൂശിക്കുക എന്നവർ ആർത്തു വിളിച്ചതായ സമയത്ത് നോക്കുക, എത്ര അപമാനമാണ് അവൻ സഹിച്ചത്. അത് നിനക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടിയാണ്. നിങ്ങൾ എവിടെ വെച്ചെങ്കിലും പരസ്യമായി അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ? വചനം നമ്മോട് നാം താരതമ്യം ചെയ്ത് നോക്കണം. എപ്പോഴെങ്കിലും നാം പരസ്യമായ അപമാനത്തിന് ഇരയായിട്ടുണ്ടോ? യഥാർത്ഥമായിട്ടും കുറ്റം ചെയ്തത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ കുറ്റം ചെയ്യാതിരുന്നിട്ടും അപമാനിക്കപ്പെട്ട സ്ഥിതിയായിരിക്കാം. എന്നാൽ യഥാർത്ഥമായിട്ട് പരസ്യമായി അപമാനിക്കപ്പെട്ടതായ ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ?
ചിലരുടെ ഹൃദയത്തിനുള്ളിൽ അങ്ങനെയുള്ളതായ ചിന്തകളൊന്നുമില്ല. പരസ്യമായി അപമാനിക്കപ്പെട്ടതായ അവസ്ഥയുമില്ല. ശരിയാണോ? ഏതെങ്കിലും ഒരു സമയത്ത്, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നാം പിടിക്കപ്പെടുമ്പോൾ നാം നിന്ദിക്കപ്പെടുവാനിടയാകും, അപമാനിക്കപ്പെടുവാനിടയാകും. നമുക്കത് സഹിക്കുവാൻ കഴിയില്ല. പലരും വീട് വിട്ട് ഓടിപ്പോകും. ചിലർ ആത്മഹത്യ ചെയ്യും. മറ്റു ചിലർ കോപിഷ്ഠരായിട്ട്, റൗഡികളായിട്ട് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കുവാനായിട്ട് തുടങ്ങും. എന്നാൽ യേശുക്രിസ്തു നമുക്കെല്ലാവർക്കും വേണ്ടി അവനത് സഹിച്ചു. അന്ന് യോസേഫിനെ അവർ പിടിച്ചിട്ട്, കൊള്ളരുതാത്തവനെ, വിശ്വസ്തയോടെ വീട്ടിൽ നിർത്തിയപ്പോൾ എൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുകയാണോ? എൻ്റെ ഭാര്യയെ ബലാത്സംഗം ചെയ്യാൻ നോക്കുന്നോ? ഇവനെ പിടിച്ച് കാരാഗൃഹത്തിൽ അടയ്ക്കുക എന്ന് പറഞ്ഞ് പോത്തിഫറിൻ്റെ ഭാര്യ ചെയ്തതായ കുറ്റത്തിന് യോസേഫ് ശിക്ഷിക്കപ്പെട്ടപ്പോൾ ആ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് പറഞ്ഞനെ, നിന്റെ ഭാര്യയെ ആദ്യം നീ നന്നാക്ക്, എന്നെയല്ല നോക്കേണ്ടത്, പോടാന്ന് പറയും. നമ്മൾ എതിർക്കും. യോസേഫ് ഒന്നും പറഞ്ഞില്ല. കൊള്ളരുതാത്തവനെ. അവനെ കാണുന്ന ആളുകൾ എന്താണ് പറയുന്നത്? നോക്ക്, വിശ്വസ്തയോടെ യജമാൻ അവനെ വീട്ടിലെ കാര്യങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അവൻ എന്താണ് കാണിച്ചത്? എടാ പോടാ 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 എന്ന് പറയുമ്പോൾ മിണ്ടാതെ യോസേഫ് പോകുകയാണ്. അവിടെ നമുക്ക് യേശുവിനെ കാണുവാൻ കഴിയും, യേശു കർത്താവിനെ. അവൻ നിന്ദകളും അപമാനങ്ങളും സഹിച്ചു. നമുക്ക് വേണ്ടി പരസ്യമായി അപമാനങ്ങൾ സഹിച്ചു. നിന്റെ അപമാനങ്ങളും അവൻ വഹിച്ചു. നിന്റെ പല കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ല. നീ രഹസ്യമായി ചെയ്ത പലതും പുറത്തു വരികയാണെങ്കിൽ നിന്റെ മാതാപിതാക്കൾ പോലും നിന്റെ മുഖത്ത് നോക്കില്ല. ഞാൻ പറഞ്ഞത് കള്ളമാണോ? ഞാൻ പറഞ്ഞത് തെറ്റാണോ? നീ ചെയ്ത പല ദുഷ്കർമ്മങ്ങളും നിന്റെ വീട്ടുകാർക്കറിയില്ല. നീ ചെയ്തതായ പല കാര്യങ്ങളും അവർ അറിയുകയാണെങ്കിൽ നീ ആയിരുന്നോടാ എൻ്റെ മകൻ എന്ന് പറയും. അങ്ങനെയുള്ളതായ അപമാനങ്ങൾ, അങ്ങനെയുള്ളതായ പരിഹാസങ്ങൾ, എനിക്കും നിനക്കും വരേണ്ടിയിരുന്ന സകല അപമാനങ്ങളും ആ യേശുക്രിസ്തു വഹിച്ചു. ഗബദ്ധായിൽ വെച്ച് അവനെ എങ്ങനെയാണ് പരസ്യമായിട്ട് അപമാനിച്ചു, പരസ്യമായിട്ട് അവനെ നിന്ദിച്ചു. ഇന്ന് യേശുക്രിസ്തുവിൽ കൂടി നിന്റെ ജീവിതത്തിലെ ഏത് അപമാനവും മാറിപ്പോകുവാനിടയാകുന്നു. ഗബദ്ധായിൽ വെച്ച് അവനെ അപമാനിച്ചതിന് ശേഷം അവനെ ക്രൂശിക്കുന്നതിനു വേണ്ടി അവർ ഏൽപ്പിച്ചു കൊടുത്തു. ഭാരമേറിയ ക്രൂശ് വഹിച്ചുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് പോയി. അടുത്ത സ്ഥലം ഏതാണ്? നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 17-ാമത്തെ വാക്യം. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ വെച്ച് അവനെ ക്രൂശീകരിച്ചു. ആ ഗോൽഗോഥ മലയിലേക്ക്, ഉരുണ്ട ആകൃതിയുള്ളതായ ഒരു മലയാണ്. ആ മലയിലേക്ക് യേശുക്രിസ്തു ഭാരമേറിയ ക്രൂശുമായിട്ട് കടന്നുപോയി. ആ ഗോൽഗോഥ മലയുടെ മേൽ അവനെ ആ ക്രൂശിൽ കിടത്തി. ആ ക്രൂശിൽ കിടത്തി അവൻ്റെ കൈകളിലും കാലുകളിലും ആണി അടിച്ചിറക്കി ക്രൂശീകരിച്ചു. ക്രൂശിൽ അവനെ തൂക്കി. അവൻ അങ്ങനെ കിടക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഭാരമെല്ലാം ആ കൈകാലുകളിലേക്ക് വരുവാനിടയായി. ശ്വാസം വിടാൻ കഴിയില്ല. അപ്പോൾ തന്നെ അവൻ ശരീരമെല്ലാം നുറുക്കപ്പെട്ടിരുന്നു, രക്തമെല്ലാം വാർന്നു പോയിരുന്നു. അവൻ അതിനു മുൻപ് ഉപവാസത്തിൽ ഇരിക്കുവാനിടയായി. വളരെ ക്ഷീണിതനായിരുന്ന അവനെ ക്രൂശീകരിച്ചതായ സമയത്ത് ആ സകല ഭാരവും സകല ശാപവും വഹിച്ച യേശു ക്രൂശിൽ കിടക്കുകയാണ്. ഇത് കെട്ടുകഥയല്ല, ഇത് മായമല്ല, ഇത് മന്ത്രമല്ല, സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഇന്ന് യെരൂശലേമിൽ ചെല്ലുകയാണെങ്കിൽ കാൽവരി മലയെ അവിടെ കാണുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. കാൽവരി എന്ന ഗ്രീക്ക് പദത്തിന് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നാണ് വിളിക്കുന്നത്. ഗോൽഗോത്ത മലമുകളിൽ അവനെ 3 ആണികളിൽ മേൽ തൂക്കി ക്രൂശീകരിച്ചതായ ആ സമയത്ത് അവന് ശ്വാസം വലിക്കാൻ പോലും കഴിയുന്നില്ല. ആ സമയത്ത് മനുഷ്യന് ഭ്രാന്തുണ്ടാകുന്ന ഒരവസ്ഥയാണ്. ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ ഒച്ചവയ്ക്കും, നിലവിളിക്കും, സ്വയം അവർ ശപിക്കുകയും ചീത്ത വിളിക്കുമൊക്കെ ചെയ്യും. ശ്വാസം വിടാൻ പോലും കഴിയാതെ മരിച്ചു പോകുവാനിടയാകും. അങ്ങനെയുള്ള സമയത്ത് അവൻ ശ്വാസമെല്ലാം വലിച്ചുകൊണ്ട് അവനെ ആ സമയത്ത് അപമാനിക്കുകയാണ്. നീ രാജാവാണെങ്കിൽ, നീ കർത്താവാണെങ്കിൽ നീ ഇറങ്ങി വാ, ഞങ്ങളെയും നീ രക്ഷിക്കുക എന്ന് പറഞ്ഞ് കളിയാക്കുന്നു. ചുറ്റും നിന്നുകൊണ്ട് അവർ അവനെ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ശ്വാസം വലിച്ചുകൊണ്ട്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്താണെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. നിനക്കറിയാമോ, ആ വാക്ക് യേശു പറഞ്ഞപ്പോൾ നിന്നെയും അവൻ കണ്ടു, എന്നെ അവൻ കണ്ടു,
നമ്മെ അവൻ കാണുവാനിടയായി. യേശു ദൈവമല്ല എന്ന് പറഞ്ഞ് എത്രയോ ആളുകൾ യേശുവിനെ ദുഷിക്കുന്നുണ്ട്. എത്രയോ പേർ അവൻ്റെ നാമത്തെ അപമാനിക്കുന്നുണ്ട്. എത്രയോ പേർ അവനിൽ വിശ്വസിക്കുന്നവരെ ഉപദ്രവിക്കുന്നുണ്ട്. അയ്യോ, ശൗലേ ശൗലേ, എന്തിനാണ് നീ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാനെപ്പോഴാണ് നിന്നെ ഉപദ്രവിച്ചത്? ഞാൻ നിന്നെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലല്ലോ എന്നവൻ ചോദിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ നാമം ധരിച്ചവരെ ഉപദ്രവിക്കുകയാണെങ്കിൽ അതെന്നെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇന്ന് അങ്ങനെയുള്ള ആളുകൾക്ക് ക്ഷമ ലഭിക്കും, വിടുതൽ ലഭിക്കും. നീ പാപിയാണെങ്കിലും, എത്ര വലിയ പാപിയാണെങ്കിലും, അറിഞ്ഞുകൊണ്ട് പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും, അന്ന് യേശുക്രിസ്തു ചെയ്ത പ്രാർത്ഥനയിൽ കൂടി ഇന്ന് എല്ലാവർക്കും ക്ഷമ ലഭിക്കുന്നു. യേശുവിനെ വിശ്വസിക്കാം. ക്രൂശിലെ 7 മൊഴികളെക്കുറിച്ചും പറയാനുള്ള സമയം നമുക്കില്ല. എന്നാൽ ആ 7 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ളതായ ആ സമയത്ത്, അവൻ ക്രൂശിൽ കിടക്കുന്ന സമയത്ത് അവൻ വേദന അനുഭവിച്ചുകൊണ്ട് ശ്വാസം വലിച്ചു പറഞ്ഞതായ 7 മൊഴികൾ അനേകം ആളുകൾ ക്രൂശിനെ ധ്യാനിക്കുന്ന സമയത്ത് ഓർക്കാറുണ്ട്. എന്നാൽ അത് എത്ര ആളുകളാണ് ഹൃദയത്തിൽ ഗ്രഹിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ടത്. അവസാനം, പിതാവേ, നിന്റെ കൈകളിലേക്ക് എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ടു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പ്രാണനെ നൽകി. നാം ശത്രുക്കളായിരുന്ന സമയത്ത് തന്നെ അവൻ നമ്മെ സ്നേഹിക്കുവാനിടയായി. നാം ബലഹീനരായിരിക്കുന്ന സമയത്ത് തന്നെ അവൻ നമുക്ക് വേണ്ടി പ്രാണനെ നൽകി. ഇതാണ് യഥാർത്ഥമായ കാര്യം. ഇന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ മാനസാന്തരപ്പെട്ട പുതിയ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ, പാപികൾ വിശുദ്ധരായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് അനേകം രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, പ്രയോജനമില്ലാത്തവരായിരുന്ന അനേകർ പ്രയോജനമുള്ളവരാകുന്നെങ്കിൽ, ഇന്ന് മരിച്ച് നരകത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്ന അനേകം ആളുകൾ സ്വർഗീയ അവകാശികളായി മാറുന്നുണ്ടെങ്കിൽ, അതിൻ്റെ കാരണം ക്രൂശിലെ യാഗമാണ്. ഈ ക്രൂശിനെ കുറിച്ചുള്ള സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്. രക്ഷിക്കപ്പെടുന്നതായ നമുക്കോ ദൈവത്തിൻ്റെ ശക്തിയാണ്. നീ എത്രത്തോളം ക്രൂശിനെ ധ്യാനിക്കുന്നുവോ അത്രത്തോളം നീ താഴ്മയുള്ളവനാകും. എത്രത്തോളം നീ ക്രൂശിനെ ധ്യാനിക്കുന്നുവോ അത്രത്തോളം നിന്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയും. നീ എത്രത്തോളം ക്രൂശിനെ ധ്യാനിക്കുന്നുവോ അത്രത്തോളം നീ വിശുദ്ധീകരിക്കപ്പെടാനിടയാകും. നീ എത്രത്തോളം ക്രൂശിനെ ധ്യാനിക്കുന്നുവോ അത്രത്തോളം പിശാച് നിന്നെ വിട്ട് ഓടുവാനിടയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ഞാൻ പുകഴുന്നില്ല എന്ന് അന്ന് പൗലോസ് പറയുവാനിടയായി. നിന്റെ പുകഴ്ച എന്തിലാണ്? ഏതിലാണ് നിന്റെ ആനന്ദം? എവിടെയാണ് നിന്റെ ലക്ഷ്യം? എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ആയിരിക്കുന്നത്? അവൻ ക്രൂശിൽ ചെയ്തതായ യാഗത്തിൽ കൂടി അവൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ എൻ്റെ ദുഃഖത്തെ വഹിച്ചു. അവൻ എൻ്റെ വേദനയെ ചുമന്നു. എൻ്റെ മാനസിക വിഷമത്തെ സഹിച്ചു. എനിക്ക് വരേണ്ടിയിരുന്നതായ അപമാനത്തെ, നിന്ദയെ അവൻ സഹിക്കാനിടയായി. എൻ്റെ ശരീരത്തിന് വരേണ്ടതായ ശിക്ഷയെ അവൻ വഹിച്ചു. ഇന്ന് അനേകം ആളുകൾക്ക് ക്രൂശ് വേണം, യേശുവിനെ വേണ്ട. അതായത് ക്രൂശിൻ്റെ ചിത്രം മതി. യേശുക്രിസ്തുവിൻ്റെ ആ ത്യാഗം, ആ വിശ്വാസം, ആ വിശുദ്ധി ആവശ്യമില്ല അവർക്ക്. ചിലർക്ക് ക്രിസ്തുവിനെ വേണം, ക്രൂശ് വേണ്ട. അതായത് കഷ്ടത വേണ്ട, ബുദ്ധിമുട്ട് വേണ്ട, ഞെരുക്കം വേണ്ട, നിന്ന വേണ്ട, അപമാനം വേണ്ട. ക്രിസ്തു കൊടുക്കുന്ന സിംഹാസനം മതി. അത് നടക്കില്ല. ക്രൂശില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ കിരീടം ലഭിക്കില്ല. അതാണ് പറയുന്നത്. നിനക്ക് സൗഖ്യം നൽകുവാൻ, വിടുതൽ നൽകുവാൻ, നിനക്ക് വേണ്ടി വർത്തമാന ഭൂത ഭാവി കാലങ്ങളിലുള്ള സകലർക്കും വേണ്ടിയും പ്രായശ്ചിത്തയാഗമായി അവൻ ദൈവമായിരിക്കുന്നുണ്ട്. ഒരിക്കൽ ജീവൻ കൊടുക്കാനിടയായി. രക്ഷ ഒരുങ്ങിയിരിക്കുകയാണ്. നീ ചോദിച്ചാൽ, നീ അപേക്ഷിച്ചാൽ നിനക്കത് കിട്ടും. യേശുവേ, എനിക്ക് പാപക്ഷമ വേണം. എൻ്റെ ജീവിതത്തിൻ്റെ വേദനയിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം. എൻ്റെ കഷ്ടതയിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം. എൻ്റെ കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണ്, അവിടെ എനിക്ക് സമാധാനം വേണം. എൻ്റെ പാപത്താൽ വന്ന രോഗത്തിൽ നിന്ന് വിടുതൽ വേണം. എൻ്റെ ജീവിതത്തിലെ ചിന്തയില്ലായ്മ കാരണം, എടുത്തുചാട്ടം കാരണം വരുത്തിവെച്ചതായ ബുദ്ധിമുട്ടിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, ആപത്തിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന് എന്ന് നീ ചോദിക്കുകയാണെങ്കിൽ, ക്രിസ്തു തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ചെയ്തു തരുവാനായിട്ട് അവൻ ഒരുക്കമായിരിക്കുന്നു. ആ കർത്താവ് മനസ്സുള്ളവനാണ്. നീ വിശ്വസിക്കുമെങ്കിൽ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണെന്ന് പറഞ്ഞു. ഇത്ര വലിയ ക്രിസ്തുവിനെ നീ തള്ളിക്കളഞ്ഞിട്ട് നിന്റെ സ്വന്തം കഴിവുകൊണ്ട്, സാമർഥ്യം കൊണ്ട്, നിന്റെ പണം കൊണ്ട്, നിന്റെ ബുദ്ധിശക്തി കൊണ്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാമെന്ന് ചിന്തിച്ചാൽ നീ ഭോഷനാണ്.
നിന്നെ വിമോചിച്ചതായ കർത്താവ് കരം നീട്ടി നിന്നെ വിളിക്കുകയാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ പ്രാണനെ നൽകിയത്. നീ എന്നെ വിശ്വസിക്കുമോ? ക്രൂശിന്റെ ദർശനം കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? ഒരുപക്ഷെ ജയ്പോളിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശ്രേഷ്ഠത, എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ട്. അതെങ്ങനെ വന്നുവെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അത് ക്രൂശിൽ കൂടിയാണ്. എൻ്റെ യേശു ക്രൂശിൽ ചെയ്തതായ യാഗത്തിൽ കൂടിയാണ്. എനിക്ക് പുകഴാനൊന്നുമില്ല. എൻ്റെ യേശു ക്രിസ്തുവാണ്. ഞാൻ അവനിൽ വിശ്വസിക്കുന്നത് കാരണം, അവനു വേണ്ടി എൻ്റെ ജീവിതത്തെ തന്നെ സമർപ്പിച്ചത് കാരണം അവൻ ചെയ്യുന്നതാണ്. അത് എൻ്റെ കാരണം കൊണ്ടല്ല, അത് നിന്നിൽ കൂടി ചെയ്യുവാനും അവൻ ആഗ്രഹിക്കുന്നു. നിന്നെ അവൻ രക്തം കൊടുത്ത് വാങ്ങിയിരിക്കുന്നു. നീ അവൻ്റെ സ്വന്തമാണ്. നിന്നിൽ കൂടി അവൻ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം നാമമാത്ര ക്രിസ്ത്യാനെ ജീവിക്കും? എത്ര കാലം ക്രൂശിന്റെ പാട്ട് കേട്ടിട്ട് നീ മൗനമായിരിക്കും? എത്ര കാലം ക്രൂശിനെ കുറിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടിട്ട് മിണ്ടാതിരിക്കും? ക്രൂശിന്റെ ശക്തിയെ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കണ്ടേ? ക്രൂശിൽ ജയം നേടിയെന്നും ക്രൂശിൽ വെച്ച് കർത്താവ് സകലതും നിവർത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പിശാചിന്റെ തലയവിടെ തകർന്നതും നീ അറിയുന്നില്ലേ? അവൻ പരാജയപ്പെട്ടവനാണ്. അവന്റെ തല തകർന്നതാണ്. എന്നാൽ അവനെ കണ്ടാണ് നാം ഇന്ന് ഭയപ്പെടുന്നത്. അവനെ സ്ഥിരമായി ബന്ധിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. ഇപ്പോഴേ ബന്ധിച്ചുകൂടെ എന്ന് ചിലർ ചോദിക്കും. ഇപ്പോൾ ബന്ധിച്ചാൽ അവനെ പിന്തുടരുന്നതായ നിന്നെയും ബന്ധിക്കേണ്ടി വരും. ആരും നശിച്ചു പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കർത്താവ് വീണ്ടും വീണ്ടും അവസരത്തെ കൊടുക്കുന്നു. ക്രൂശിനെ കുറിച്ചുള്ള സുവിശേഷം ഭോഷത്വമാണോ അതോ ദൈവത്തിന്റെ ശക്തിയാണോ? ദൈവത്തിന്റെ ശക്തിയെ അനുഭവിക്കാം. ദയവ് ചെയ്ത് തലകളെ വണക്കാം. നിന്റെ മാനസിക വേദനയിൽ നിന്ന്, കുടുംബ പ്രശ്നത്തിൽ നിന്ന്, നിന്റെ ചിന്താകുലത്തിൽ നിന്ന്, നിനക്ക് വരേണ്ടതായ സകല ശിക്ഷയിൽ നിന്നും, സകല നിന്ദയിൽ നിന്നും, അപമാനത്തിൽ നിന്നുമെല്ലാം നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രൂശിലെ ശിക്ഷ അനുഭവിച്ചതെന്ന് വിശ്വസിക്കുമ്പോൾ ഒരു അത്ഭുത കാര്യം നടക്കാനിടയാകും. ദൈവത്തെക്കുറിച്ച് നീ അറിയുന്നുവെങ്കിലും പാപത്തിന്റെ കുഴിയിൽ കിടക്കുന്നതായ നിനക്ക് വീണ്ടും ഒരു അവസരം നൽകുന്നതിന് വേണ്ടി ക്രൂശിന്റെ സന്ദേശവുമായിട്ട് കർത്താവ് ഒരിക്കൽ കൂടി നിന്റെ അടുക്കൽ വരുന്നു. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, 2000-ലധികം വർഷങ്ങൾക്ക് മുമ്പ്, ഞങ്ങൾ ജനിക്കുന്നതിന് മുൻപേ ഞങ്ങൾക്ക് വേണ്ടി നീ ചെയ്ത ഈ വലിയ യാഗത്തെക്കുറിച്ച് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ന് ഞങ്ങളുടെ മുൻപിൽ വരച്ചു കാണിച്ചതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. ഇതൊരു കെട്ടുകഥയല്ലല്ലോ, ഇത് സത്യമാണ്, വാസ്തവമാണ് എന്ന വിഷയം ഞങ്ങൾ വിശ്വസിക്കുവാൻ, അവിശ്വാസികളായി തീരാതെ വിശ്വാസികളായിട്ട് ജീവിക്കുവാൻ, നിന്നെ രുചിച്ചറിയുവാൻ, നിന്റെ വിടുതൽ അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പാറയായിരിക്കുന്ന സകല ഹൃദയങ്ങളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയ്ക്കുകയാണ് കർത്താവേ. വീണുകിടക്കുന്ന സകല വ്യക്തികളെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽപ്പിക്കുകയാണ് കർത്താവേ. ദുഃഖങ്ങൾക്ക് അടിമയായിട്ട്, ദുശീലങ്ങൾക്ക് അടിമകളായി, ജീവിതത്തിൽ യാതൊരു സമാധാനവുമില്ലാതെ ജീവിതത്തെ താറുമാറാക്കിയ ആളുകളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. പാപത്തിന്റെ ശിക്ഷയെ വഹിച്ചും കൊണ്ട് എവിടെയും പോകുവാൻ വഴിയില്ലാതെ, യാതൊരു ഗത്യന്തരവുമില്ലാതെ, കലഹം കൊണ്ടും ദുഃഖം കൊണ്ടും രോഗം കൊണ്ടും ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കുകയാണ് കർത്താവേ. കാൽവരി ക്രൂശിൽ നിന്നൊഴുകുന്ന ക്രൂശിലെ രക്തപ്രവാഹത്താൽ ഇവിടെ നിൽക്കുന്ന സകല മനുഷ്യരെയും കർത്താവേ കഴുകുമാറാകണമേ. അവരുടെ ഹൃദയങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ. യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ എത്ര വലിയ ശക്തിയുണ്ടെന്ന് ഞങ്ങളെല്ലാം അനുഭവിക്കുന്നതിന് വേണ്ടി നിന്റെ രക്തത്തിന്റെ പ്രവാഹം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒഴുക്കുമാറാകണമേ കർത്താവേ. കുഞ്ഞാടിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞങ്ങൾ വിടുവിക്കപ്പെട്ടുവെന്നും, ഞങ്ങളിനി ഒരിക്കലും പാപത്തിന് അടിമകളല്ല എന്നും, ഞങ്ങളിനി ഒരിക്കലും പിശാചിന് അടിമകളല്ല എന്നും തീരുമാനത്തോടെ കടന്നു പോകാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ.
നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ